ഹലോ നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന ഫാമിലി ത്രില്ലർ നോവലാണ്. എല്ലാവരും ആകാംക്ഷയിലാണെന്നറിയാം. അധികം വലിച്ചു നീട്ടാതെ തന്നെ നമുക്ക് കഥയിലേക്ക് പോകാം അല്ലേ? ഹൃദയപൂർവ്വം ഫാമിലി ത്രില്ലർ നോവൽ തുടർച്ച അധ്യായം 8. അവൾക്ക് ശരിക്കും കരച്ചിൽ വന്നു. അപ്പോഴാണ് റോജയുടെ മൊബൈലിലേക്ക് ഷേർലിയുടെ വിളിയെത്തിയത്. ഹലോ പറഞ്ഞതും മുഖവുരയില്ലാതെ ചോദ്യമായിരുന്നു. നീ വീട്ടിലെത്തിയോ റോജ? ഉവ്വേച്ചി. അമ്മ നിന്നോട് കാര്യം പറഞ്ഞില്ലേ? പറഞ്ഞു. എന്നിട്ടെന്താ പെണ്ണെ നീ എന്നെ വിളിക്കാഞ്ഞത്? നീ വീണ്ടും നാടകം കളിക്കാനുള്ള പുറപ്പാടാണോ? നിൻ്റെ കല്യാണത്തിന് പോലും നീ ഞങ്ങളെ വിളിച്ചില്ല. അത് പറഞ്ഞ് പോളേട്ടനും പാവം ആ വയസ്സായ അമ്മച്ചിയും ഇവിടെ കരച്ചിലായിരുന്നു. വലിയ നിലയ്ക്കുള്ള കല്യാണമാകുമ്പോൾ നമ്മളെപ്പോലുള്ളവരൊക്കെ കൂടുന്നത് കുറച്ചിലായിരിക്കും എന്ന് പറഞ്ഞ് ഞാനാ അതുങ്ങളെ സമാധാനിപ്പിച്ചത്. നീ എത്ര വലിയ നിലയിലായാലും മാല നിൻ്റെ കൂടപ്പുറപ്പല്ലടി. അതും കാണാൻ നല്ല സുന്ദരി കൊച്ച്. അതിനെ എങ്ങനെ ആ റാക്കറ്റിൽ നിന്ന് രക്ഷിക്കുമെന്ന് പറഞ്ഞ് രാത്രി മുഴുവൻ പോളേട്ടൻ നെഞ്ചു തിരുമുമായിരുന്നു. അന്യന്മാരായ ഞങ്ങൾക്ക് തോന്നേണ്ട ദണ്ണം പോലും ചോരക്കുരുത്ത നിനക്കില്ലാതെ പോയല്ലോ കൊച്ചേ. അമ്മ വിവരം പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഷേർലിയേച്ചിയെ അങ്ങോട്ട് വിളിച്ചായിരുന്നു. എപ്പം? കുറച്ചു മുൻപ്. അയ്യോ, ഞങ്ങളപ്പം പള്ളിക്കകത്തായിരുന്നു. ഷേർലിയുടെ സ്വരം മയപ്പെട്ടു. ആ സെക്സ് നടിയുടെ പേരൊന്ന് പറയാമോ ചേച്ചി? സെക്സ് നടിയോ? അങ്ങനെയാണല്ലോ അമ്മ പറഞ്ഞത്. സുചേച്ചി അങ്ങനെ കേട്ടതായിരിക്കും. വില്ലത്തി നടിയെന്നാണ് ഞാൻ പറഞ്ഞത്. ഏത് സിനിമയിലാണ് അവർ അഭിനയിച്ചിരിക്കുന്നത്? സിനിമയിലല്ല മോളെ, സീരിയലിൽ. ഏതൊക്കെയാണെന്നൊന്നും എനിക്കറിയാൻ മേല. സീരിയൽ കാണാൻ പോയിട്ട് എനിക്കും പോളേട്ടനും എവിടെയാണ് നേരം? അമ്മച്ചിയാ അതിൻ്റെ സ്ഥിരം പ്രേക്ഷക. ഒറ്റ എണ്ണം വിടുകയില്ല. കറണ്ടില്ലാതായ പിന്നെ തല്ലിയലയും നിലവിളിയോ. കൊച്ചിനെ ഞങ്ങൾ മുറിക്കകത്ത് കയറ്റി വാതിലടയ്ക്കും. ടി വിയുടെ മുന്നിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ ഓരോ മുഖങ്ങളൊക്കെ കാണുന്നത്. ഒറ്റ എണ്ണത്തിന് പേരറിയത്തില്ല. നടീനടന്മാരുടെ പേരൊക്കെ ഇപ്പോൾ എഴുതി കാണിക്കാറുമില്ലല്ലോ. അമ്മച്ചിക്കാണെങ്കിൽ സീരിയലുകളുടെ പേര് പോലും മാറിപ്പോവും. എന്തു പ്രായമുള്ള നടിയാത്? ചെറുപ്പക്കാരിയാണോ? ഓ, ഒരു 45-50. ചിലപ്പോൾ അതിൽ കൂടുതലും കാണുമായിരിക്കും. നരയിട്ടാ ടി വിയിൽ കണ്ടത്. നേരെ കാണുമ്പോൾ ചെറുപ്പം, കറുത്ത മുടി, ചുണ്ടേ ചായം. പക്ഷെ മുഖം കണ്ടാൽ പ്രായമുണ്ടെന്ന് മനസ്സിലാവുമല്ലോ കേട്ടോ. ഞാനും കൂടി ഇനി സീരിയൽ കണ്ടു നോക്കാം. അതേ നിവൃത്തിയുള്ളൂ. പോലീസിൽ കേസ് കെടുത്താലോന്ന് ഞാനും പോളോട്ടിനും ഓർത്തതാ. അയ്യോ വേണ്ട, റോജ കരഞ്ഞു. രക്ഷപ്പെട്ടു വന്നാലും അവൾക്ക് പിന്നെ ഒരു ജീവിതം ഇല്ലാതാവും. അതിൽ കൂടുതലും കുഴപ്പം നിനക്കാ. ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിൻ്റെ ഭാര്യയാണ് നീ. അയാളുടെ വലിപ്പവും നീ നോക്കണ്ടേ? അതൊന്നും പക്ഷേ എനിക്ക് പ്രശ്നമല്ല ചേച്ചി. അങ്ങനെ പറയരുത് മോളെ, അതൊക്കെ വലിയ പ്രശ്നമാവും. കല്യാണം കഴിഞ്ഞ് മാസം തികയും മുമ്പ് ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കേണ്ടതായി വരും. കുറച്ചുനാൾ കാണാതായ ശേഷം സെക്സ് ഗണികളിൽ തിരിച്ചെത്തിയ പെൺകുട്ടികളുടെ അവസ്ഥകൾ അറിയാനിട്ടാ. ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ ചേച്ചി. ഷേർലിയേച്ചി എങ്ങനെയും ആ നടിയുടെ പേര് കണ്ടുപിടിക്കണം. അവൾ കോൾ കട്ട് ചെയ്തു. പിന്നിൽ സുഭാഷിണി ഉണ്ടായിരുന്നു. നീ എന്താ തീരുമാനിച്ചത്? ആ നടിയാരെന്ന് ആദ്യം അറിയട്ടെ അമ്മേ. അതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്കും എൻ്റെ കുട്ടിയെ ആ ദുഷ്ടവർഗം മുഖവും ദേഹവും തീയിട്ട് കത്തിച്ചു വല്ല കടലിൽ എറിയും. ശശിയെയും കൂട്ടിപ്പോയി ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ പോവാം. എന്താ ചെയ്യേ? എന്നെയും പിന്നെ നിങ്ങൾ കാണില്ല കേട്ടോ. റോജ അകത്തേക്ക് കയറിപ്പോയി. അതോടെ സുഭാഷിണി സ്തംഭയായി. 10 മിനിറ്റ് കഴിഞ്ഞില്ല. റോജയുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നു. മാലയുടെ 2ാമത്തെ നമ്പറിൽ നിന്നും. ഒരാഴ്ചയായി മനുവേട്ടൻ്റെ അമ്മയ്ക്ക് സുഖമില്ലായിരുന്നു റോജ. ആ അരികിൽ നിന്ന് മാറാതെ ഞാൻ ശുശ്രൂഷിക്കുകയായിരുന്നു. അതാ മെസ്സേജ് ചെയ്യാതിരുന്നതും ഫോൺ ഓഫാക്കിയതും. സോറി ട്ടാ. അത് വായിച്ചു കഴിഞ്ഞ ഉടൻ അവൾ ആ നമ്പറിലേക്ക് വിളിച്ചു. മാലു, നീ എവിടെയാ? മനുവേട്ടൻ്റെ വീട്ടിൽ. ഇങ്ങോട്ട് വിളിക്കരുതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ റോജ? മരിച്ചുപോയ മനുവേട്ടൻ്റെ വീട്ടിലോ? ഭ്രാന്ത് പറഞ്ഞ് നീ എന്നെ വെട്ടിയാക്കരുത്. നീ ഏതോ സെക്സ് റാക്കറ്റിൻ്റെ പിടിയില്ല. അവരെ ആവശ്യപ്പെട്ടിട്ടാണ് നീ ഇത്തരം മെസ്സേജുകൾ അയക്കണത്. ഈ നമ്പർ ട്രേസ് ചെയ്ത് പോലീസ് കഴിഞ്ഞാൽ ഇപ്പം തന്നെ അവിടെ എത്തും. എങ്കിൽ ഞാൻ ഈ ഫോൺ കടലിലെറിയും. ഞാനും ചാടും. ഇപ്പോൾ ഉറപ്പായി. നീ കൊച്ചി തന്നെ ഉണ്ട്. കടലിനടുത്താണ് താമസം. ഇനി വീട്ടിലിടെ നിന്നെ.
റോജയുടെ വാചകം പൂർത്തിയാകും മുമ്പേ കോള് കട്ടായി. തുടർന്ന് വിളിച്ചപ്പോഴൊക്കെ ആ നമ്പർ ഔട്ട് ഓഫ് ഓർഡറിലുമായിരുന്നു. അധ്യായം 16. ഫോൺ തകരാറിലാണോ അമല? ഗാർഡനിൽ പൂവിറക്കാൻ പോയ മാല തിരിച്ചു വന്നപ്പോൾ ദേവകി ടീച്ചർ ചോദിച്ചു. മോളെ ഞാൻ കുറേ നേരമായി വിളിക്കണം. അപ്പോഴൊക്കെ നമ്പർ ഔട്ട് ഓഫ് ഓർഡർ എന്ന് തന്നെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. എന്തു പറ്റി പെട്ടെന്ന്? ഒന്ന് പകച്ച ശേഷം അവൾ പതറിയ ശബ്ദത്തിൽ പറഞ്ഞു. എനിക്കറിയില്ലമ്മ, പെട്ടെന്ന് ഫോൺ തകരാറിലായത്. കാണട്ടെ. ടീച്ചർ കൈനീട്ടി. മൊബൈൽ ഫോണുകളുടെ അല്പം സ്വല്പം വൈദ്യമൊക്കെ എനിക്കറിയാം. ഇവിടെയുള്ള ഫോണുകളൊക്കെ തകരാറിലായാൽ ഞാൻ തന്നെയാണ് നന്നാക്കാറുള്ളത്. വെറുതെ ഇങ്ങനെ കിടക്കയിൽ മലർന്ന് കിടക്കുകയല്ലേ. ബോറടിക്കാതിരിക്കാൻ കിടക്കയിൽ കിടന്നുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യും. പ്രത്യേകിച്ച് അമല വന്ന ശേഷം. നീ വന്നതോടെ എനിക്ക് നല്ല ഉണർവായി. അധികം വൈകാതെ ഞാൻ എഴുന്നേറ്റ് നടക്കുമെന്ന് തോന്നുക. അവർ ചിരിച്ചു. പതറിയ ചിരിയോടെ മാല നിശബ്ദം നിന്നതേയുള്ളൂ. ആ ഫോണിങ് തരൂ കുട്ടി. നീട്ടിയ കൈ പിൻവലിക്കാതെ ദേവകി ശബ്ദമുയർത്തി. ഫോൺ തകരാറിലായി എന്നല്ലേ പറഞ്ഞത്? ഞാനൊന്ന് നോക്കട്ടെ. അതത് മാല വിഷമത്തിൽ കൈമലർത്തി. അതിപ്പോൾ കാണാനില്ലമ്മേ. കാണാനില്ലേ? ദേവകിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. പുറത്തെ വാതിക്കൽ ഒളിഞ്ഞു നിൽക്കുന്ന രാഖിയുടെ നേർക്ക് അവർ ഒരു രഹസ്യ നോട്ടം അയച്ചു. എന്നിട്ട് വീണ്ടും മാലയുടെ മുഖത്ത് മിഴികൾ കേന്ദ്രീകരിച്ചു. അതെങ്ങനെ കാണാതാവണത്? മുൻപ് കുട്ടിയുടെ വന്നപ്പോൾ കൈവശം ഉണ്ടായിരുന്ന ഫോണും കാണാതായി എന്നല്ലേ പറഞ്ഞത്? മൊബൈൽ ഫോണുകൾ മോഷ്ടിക്കുന്ന ആരെങ്കിലും ഇവിടെയുണ്ടോയെന്ന് ഒന്ന് അന്വേഷിക്കണമല്ലോ. ആരും മോഷ്ടിച്ചതല്ലമ്മ. മാല കരച്ചിലിൻ്റെ വക്കത്തെത്തി. പിന്നെ ആ പുരികം ചുളിഞ്ഞു. കുട്ടിയുടെ കൈവശമുള്ള ഫോണുകൾ മാത്രം ഇങ്ങനെ കാണാതാവണത് എന്തുകൊണ്ടാണ്? എനിക്കതറിയണം. ഈ ഫോൺ നിനക്ക് ഞാൻ തന്നതായിരുന്നു. എനിക്കെൻ്റെ വിനു സമ്മാനിച്ചതാ അത്. ഒരുപാട് സംവിധാനങ്ങളുള്ള ആ കോസ്റ്റ്ലി ഫോണ് എൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് അവൻ തന്നത്. എനിക്ക് അത്ര പ്രഷ്യസ് ആയിരുന്നു അത്. അതെവിടെ പോയെന്ന് എനിക്കറിയണം. മാല നിന്ന് ഉരുകാൻ തുടങ്ങി. നിന്നോടത് സ്നേഹമുള്ളത് കൊണ്ടാണ് നിനക്ക് ഞാനത് തന്നത്. പെട്ടെന്ന് വാതിലിൻ്റെ മറവിൽ നിന്നും രാഗി അകത്തേക്ക് കയറി വന്നു. ഇവളെ സ്നേഹിക്കാൻ കൊള്ളില്ലെന്നും ഇവൾ വന്നു കയറിയ ദിവസം തന്നെ അമ്മായിയോട് ഞാൻ പറഞ്ഞതാണല്ലോ. എന്നിട്ട് അമ്മായി അത് വിശ്വസിച്ചതേയില്ല. ഇവൾ പറയണതാ അമ്മായിക്ക് പ്രമാണം. അമ്മായി പക്ഷേ എത്ര ചോദിച്ചിട്ടും ആ ഫോണിന് എന്താ സംഭവിച്ചതെന്ന് ഇവൾ പറഞ്ഞില്ലല്ലോ. കള്ളിയാ ഇവള്, പെരുങ്കള്ളി. ഇവളിവിടെ വന്നത് പോലും എന്തോ രഹസ്യലക്ഷ്യം വെച്ചോണ്ടാ. അതാ ഇവളെ ഓടിക്കണമെന്ന് ഞാൻ നിർബന്ധിച്ചതും. രാഗിമോളെ, ദേവകി കൈയുരുത്തി തടഞ്ഞു. ഞാനിവളോടൊന്ന് സംസാരിക്കട്ടെ. അല്പസമയം കൂടി മോള് മാറി നിൽക്ക്. അമ്മായി എത്ര സംസാരിച്ചാലും വായിട്ടലച്ചാലും ഇവൾ ആ സത്യം പറയില്ല. ഞാനെൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാ. അമ്മായിയുടെ അടുത്ത് വന്ന് തുറന്നു പറഞ്ഞത്. എന്നിട്ടും ഈ ജന്തുവിൻ്റെ നാവിൽ നിന്നും കേട്ടാലേ അമ്മായിക്ക് തൃപ്തിയാവും. അവൾ പക്ഷെ നാവ് വളച്ച നുണയെ പറയൂ താനും. രാഗി പെട്ടെന്ന് മാലയുടെ ചുരിദാറിൻ്റെ ദുപ്പട്ട വലിച്ചെടുത്ത് അവളുടെ കഴുത്തിൽ ചുറ്റിപ്പിടിച്ചു. പറയടി, തന്തയും തള്ളയും ആരെന്നും അറിയാത്ത അനാഥയായ സന്തതി. ഫ്ലവർ വൈസിൽ വെക്കാൻ പൂവിനും ലീവ്സിനുമായി താഴെ ഗാർഡനിൽ പോയ നീ ആർക്കാ രഹസ്യമായി മെസ്സേജ് അയച്ചത്? നിന്റെ കാമുകനാണോ? അതോ ഈ വീട് കൊള്ളയടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കണ ഏതെങ്കിലും കൊള്ളത്തലവനാണോ? അകത്തു നിന്നും ഏതെങ്കിലും ഒരു വാതിൽ നീ തുറന്നു കൊടുത്താൽ മതിയല്ലോ അവന്മാർക്ക് ഒരു കുഞ്ഞറിയാതെ ഉള്ളിൽ കിടക്കാൻ. നീ മെസ്സേജ് അയച്ച് ഒരു സെക്കൻഡ് കഴിഞ്ഞില്ല, ആ ഫോണിലേക്ക് അവൻ്റെ കോള് വന്നു. അപ്പോഴാ മുകളിലെ ജനാലയ്ക്കൽ എല്ലാം കണ്ടുകൊണ്ട് നിൽക്കണ എന്നെ നീ കണ്ടത്? ഇല്ല. മാല കരഞ്ഞു. ഞാൻ കുഞ്ഞിനെ കണ്ടില്ല. കുഞ്ഞോ? രാഗ് ചിരികൊട്ടി. നിന്റെ എളിയിലിരിക്കണ കുഞ്ഞാ ഞാൻ. എൻ്റെ മുന്നിലേ നീ വെറും ഒരു നരുന്ത് പെണ്ണ. നീ എന്നെ അങ്ങ് കുഞ്ഞാക്കണ്ട. എനിക്കത് ഇഷ്ടമല്ല. നീ എന്നെ കണ്ടില്ല എന്ന് പറയണതും പച്ചക്കള്ളവാ. എന്നെ കണ്ടതുകൊണ്ടല്ലേ നീ ആ ഫോൺ ഗാർഡനിൽ നടുക്കുള്ള ലോട്ടസ് പോണ്ടിലേക്ക് വലിച്ചെറിഞ്ഞത്? അല്ലേടി കള്ളി? മാലയുടെ കഴുത്തിന് ചുറ്റിയിരുന്ന ദുപ്പട്ടയിൽ പിടിച്ചു വലിച്ച് അവൾ ശക്തിയിൽ ഉലച്ചു. രാഗി, മതി, ദേവകി വിളിച്ചു പറഞ്ഞു. എൻ്റെ മുൻപിലിട്ട് അതിനെ ഉപദ്രവിക്കരുത്. അവൾ തെറ്റുകാരിയാണെന്ന് വ്യക്തമായാൽ ഞാൻ അവളെ ഇവിടുന്ന് പറഞ്ഞയച്ചോളാം. പറഞ്ഞയക്കണം. അമ്മായിയുടെ നേർക്ക് രാഗി കൈ ചൂണ്ടി. ഇന്ന് തന്നെ പറഞ്ഞയക്കണം. ഇനി കൂടുതൽ വിചാരണയൊന്നും വേണ്ട. കുഴപ്പം പിടിച്ച ആർക്കോ ആണ് ഇവൾ മെസ്സേജ് അയച്ചത്. അവളെ തിരിച്ചു വിളിച്ചതും അത്തരം ഏതോ നമ്പറിൽ നിന്നാണ്. ആ ഫോണുമായി അവൾ മുകളിലേക്ക് വന്ന ഞാനത് കണ്ടുപിടിക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് അത് ആ പോണ്ടിലേക്ക് വലിച്ചെറിഞ്ഞത്. താമരകൾ തിങ്ങി വളരണ കഴുത്തട്ടൻ ചെളി നിറഞ്ഞ ആ കുളത്തിൽ നിന്നും
എളുപ്പം ആർക്കും അത് തിരിച്ചെടുക്കാനാവില്ലെന്ന് ഇവൾക്കറിയാം. 1-2 മണിക്കൂറുകൾ അത് തപ്പിയെടുത്താലും ആ സമയം കൊണ്ട് അതിലെ രേഖകൾ മുഴുവൻ നഷ്ടമാവുമെന്നും ഈ കള്ളിക്കറിയാം. ആയിരിക്കാം, ദേവകി സമ്മതിച്ചു. പക്ഷേ എനിക്ക് ഇവളോടൊന്ന് പേഴ്സണലായിട്ട് സംസാരിക്കണം. ഞാൻ ഇത്രയധികം സ്നേഹവും വിശ്വാസവും നൽകിയിട്ട് എന്തിന് ഇവളെന്നെ വഞ്ചിച്ചെന്നറിയണ്ടേ എനിക്ക്? പേഴ്സണലായി സംസാരിക്കണതിലൊന്നും എനിക്ക് വിരോധമില്ല, രാഗി പറഞ്ഞു. പക്ഷെ നാളെ മുതൽ ഇവളെ ഇവിടെ കാണാൻ പാടില്ല. ഇത് ഇവളോടും കൂടി സംസാരിച്ച ശേഷമല്ലേ തീരുമാനിക്കാൻ പറ്റൂ. ഏതായാലും അമ്മായി കൊടുത്ത ആ ഫോണ് താമരക്കുളത്തിൽ വലിച്ചെറിഞ്ഞവളാണല്ലോ ഇവള്. അത് സത്യമല്ലായിരുന്നെങ്കിൽ ഇവൾക്ക് എൻ്റെ അടുത്ത് അത് നിഷേധിക്കാമായിരുന്നു. ആ സ്ഥിതിക്ക് അതിവൾ ചെയ്തു തന്നെയാണെന്ന് അമ്മായിക്ക് ബോധ്യമായി കാണുമല്ലോ. അങ്ങനെയുള്ള ഇവളെ ഇനിയും ഇവിടെ താമസിപ്പിച്ചാലേ തീർച്ചയായും അമ്മാവൻ്റെ അടുത്ത് ഞാൻ കംപ്ലൈൻറ്റ് ചെയ്യും. പിന്നീടെല്ലാം അനുഭവിക്കേണ്ടി വരിക ഇവൾ ഒറ്റയ്ക്കായിരിക്കും. രാഗി പുറത്തേക്ക് പോയി. ദേവകിയുടെ കണ്ണുകൾ മാലയിലായി. മുൻപൊക്കെ സഹാനുഭൂതിയും സ്നേഹവും നിറഞ്ഞൊഴുകിയിരുന്ന മുഖത്ത് ഇപ്പോൾ സംശയങ്ങളും ചോദ്യങ്ങളുമാണെന്ന് മാല തിരിച്ചറിഞ്ഞു. ആ വാതിലടച്ച് കുറ്റിയിട്ടിട്ട് നീ എൻ്റെ അരികിൽ വന്നിരിക്കും. അതൊരു ആജ്ഞയായിരുന്നു. ഒട്ടും ആലോചിക്കാതെ അവൾ അനുസരിച്ചു. ഇനി പറയും, ദേവകി ആവശ്യപ്പെട്ടു. രാഗി പറഞ്ഞത് സത്യമാണോ? നീ ആ ഫോണ് ലോട്ടസ് പോണ്ടിലെറിഞ്ഞോ? ഉവ്വ്. കുനിഞ്ഞ മുഖത്തോടെ മാല സമ്മതിച്ചു. അപ്പം നീ എൻ്റെ അടുത്ത് കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവൾ മിണ്ടിയില്ല. നീ ഒരു നല്ല കുട്ടിയാണെന്നായിരുന്നു എൻ്റെ വിചാരം. നീ എന്നോട് പറഞ്ഞതെല്ലാം സത്യമാണെന്നും. മാലയുടെ കവിളിൽ കണ്ണുനീർ തിളങ്ങി. നല്ലവർക്കറിയുമ്പോഴാണ് എനിക്ക് സങ്കടം തോന്നുക. കള്ളന്മാരും കള്ളികളും സങ്കടം അഭിനയിക്കുമ്പോൾ വെറുപ്പാ തോന്നുക. അതുകൊണ്ട് വെറുതെ പാടുവിട്ട് കരയണ്ട. അമ്മേ, ഏങ്ങളോടെ അവൾ ദേവകി ടീച്ചറുടെ കാല് പിടിച്ചു. എനിക്ക് പക്ഷേ എന്തുകൊണ്ടോ നിന്നെ വെറുക്കാനാവണില്ല. അതുകൊണ്ട് ചോദിക്കുക, നീ എന്തിനാ ആ ഫോൺ കുളത്തിലേക്ക് എറിഞ്ഞത്? രാഗിയെ കണ്ടതുകൊണ്ടാണോ? നീ മെസ്സേജ് അയച്ചതും ആരുടെയോ കോൾ അറ്റൻഡ് ചെയ്തതും അവൾ കണ്ടുപിടിച്ചത് കൊണ്ടാണല്ലോ. അല്ലമ്മേ. പിന്നെ എൻ്റെ അനിയത്തി റോജ ആ നമ്പർ ട്രേസ് ചെയ്ത് പോലീസുമായി ഇവിടെ വന്ന് എന്നെ കൊണ്ടുപോകുമെന്നും ഭീഷണിപ്പെടുത്തിയതുകൊണ്ടാണ്. ദേവകിയുടെ കണ്ണുകൾ വിടർന്നു. ആ ഫോണിൽ റോജ അയച്ച മെസ്സേജുകൾ ഞാൻ മുൻപ് കണ്ടിട്ടുണ്ട്. പക്ഷേ റോജ അനാഥാലയത്തിലെ നിൻ്റെ കൂട്ടുകാരിയാണെന്ന് വിശ്വസിക്കാനാണ് ഞാൻ ശ്രമിച്ചത്. എന്നാൽ ആ മെസ്സേജുകളൊന്നും ഒരു സാധാരണ കൂട്ടുകാരിയുടേതല്ലായിരുന്നു താനും. മാല മിണ്ടിയില്ല. നിനക്കൊരു അനുജത്തി ഉണ്ടെങ്കിൽ നീ എങ്ങനെ അനാഥയാവും? അപ്പോൾ നീ ഒരുപാട് കള്ളങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ? അതും സമ്മതിക്കും പോലെ അവൾ ഒന്നുകൂടി ഏങ്ങി. അനിയത്തിയെ കൂടാതെ നിനക്ക് ആരൊക്കെ ഉണ്ട്? അമ്മ. അച്ഛൻ മരിച്ചുപോയി. അച്ഛനില്ലാതായിട്ടും അമ്മ കഷ്ടപ്പെട്ടു ഞങ്ങൾ 2 പെൺമക്കളെ നല്ല രീതിയിൽ വളർത്തി. എന്നിട്ടും നീ എന്തിനാ മോളെ അനാഥ ചമഞ്ഞ് ഇവിടെ വന്നത്? നീ പറഞ്ഞ സത്യങ്ങളൊക്കെ നിന്നെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്ന എൻ്റെ മകനും അറിയാമോ? അറിയാം. വിനുവേട്ടൻ ആവശ്യപ്പെട്ടതുകൊണ്ടാണ് ഞാൻ അനാഥ ചമഞ്ഞത്. പക്ഷെ ഞാൻ നിങ്ങളുടെ ഓർഫനേജിലെ മദറിനോട് ഫോണിൽ തിരക്കിയപ്പോൾ നീ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അവർ സമ്മതിച്ചല്ലോ. നീ പറഞ്ഞതെല്ലാം സത്യമാണോ എന്നറിയാൻ രാഗിയും അവിടെ ചെന്ന് തിരക്കിയിരുന്നു അത്രേ. അവളോടും മദറെല്ലാം സമ്മതിച്ചിരുന്നു. വിനുവേട്ടൻ ആവശ്യപ്പെട്ടതുകൊണ്ടാവാം അവരങ്ങനെ സമ്മതിച്ചത്. അല്ലെങ്കിൽ എനിക്കിവിടെ നിൽക്കാനാവില്ലല്ലോ. എന്നിട്ട് ഒരു സംശയം ബാക്കി നിൽക്കുന്നു. നീ എന്തിനാണ് കുട്ടി അനാഥ ചമഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്? ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ? 2 കൈകളും കൊണ്ട് മാല മുഖം പൊത്തിപ്പിടിച്ചു. ആ സമയത്താണ് ദേവകിയുടെ കിടക്കയിൽ മൊബൈൽ ഫോൺ ശബ്ദിക്കാൻ തുടങ്ങിയത്. വളരെ സാവധാനമാണ് അവരാ ഫോൺ എടുത്തത്. എന്നിട്ട് വിളിക്കുന്ന ആളിൻ്റെ പേര് അവളെ കാണിച്ചു കൊടുത്തു. വിനയ് കോളിംഗ്. ഞാനിത് എടുത്തോട്ടെ? ടീച്ചർ ചോദിച്ചു. മാല സമ്മതത്തിൽ തലകുലുക്കി. ഈ സമയത്ത് അവൻ വിളിക്കണമെങ്കിൽ ഇവിടെ നടന്നത് എന്തൊക്കെയോ അവൻ അറിഞ്ഞിരിക്കണം. രാഗി ഓഫീസിലേക്ക് അവനെ വിളിച്ചിരിക്കും. ഏതായാലും നീയും എൻ്റെ മകനും കൂടി ഇങ്ങനെയൊരു കള്ളക്കളി കളിച്ചത് രാഗിയും അവളുടെ അമ്മാവനും അറിയരുത്. അതിൻ്റെ ദോഷം നിനക്കായിരിക്കും. ഫോണിൻ്റെ കോൾ ബട്ടൺ അമർത്തി അവർ കാതോട് ചേർത്തു. എന്താ വിനു ഈ സമയത്ത്? രാഗി വിളിച്ചിരുന്നു. എന്താ അവിടെ സംഭവിച്ചത്? വിനയൻ്റെ സ്വരം ചെറുതായി മാലയ്ക്ക് കേൾക്കാമായിരുന്നു. ഇവിടെ സംഭവിച്ചതൊന്നും അവൾ പറഞ്ഞില്ലേ? പറഞ്ഞു. അമ്മ മാലയെ ചോദ്യം ചെയ്യാൻ മുറിയിൽ കയറ്റി വാതിലടച്ച് ലോക്ക് ചെയ്തിരിക്കുകയാണെന്ന്. കിടക്കയിൽ തളർന്നു കിടക്കുന്ന അമ്മയ്ക്ക് വാതിലടയ്ക്കാനും ലോക്ക് ചെയ്യാനുമൊന്നും കഴിയില്ലെന്ന് നിനക്കറിഞ്ഞൂടെ?
ചോദ്യം ചെയ്യാനുള്ള നാവ് മാത്രം തളർന്നിട്ടില്ലാത്തതുകൊണ്ട് ചിലതൊക്കെ ഞാൻ അവളിൽ നിന്നും അറിഞ്ഞു. വിശേഷിച്ച് നിങ്ങൾ രണ്ടുപേരും കൂടി അമ്മയെ വിഡ്ഢിയാക്കുകയായിരുന്നെന്ന്. മറുവശം പെട്ടെന്ന് നിശബ്ദമായി. എൻ്റെ എല്ലാമാ നീ, ദേവകി തുടർന്നു. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഈ കിടപ്പ് കിടക്കുന്നത്. എന്നിട്ട് നീ എന്തിനാ അമലയെന്ന ആ പെൺകുട്ടിയെ അനാഥാവേഷം കെട്ടിച്ച് എന്നെ ശുശ്രൂഷിക്കാൻ ഇവിടെ കൊണ്ടുവന്നത്? നിനക്ക് ആ കുട്ടിയെ ഇഷ്ടമായതുകൊണ്ടാണോ? അതിനായി ഒരു സാധു കന്യാസ്ത്രീയെ കൊണ്ട് നീ കള്ളം പറയിച്ചില്ല മോനെ. പക്ഷെ സത്യം എപ്പോഴെങ്കിലും രാഖിയും അവളുടെ അമ്മാവന് പറഞ്ഞ ഈ പെൺകുട്ടിയുടെ അവസ്ഥ എന്താകുമെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? പരസഹായം കൂടാതെ എഴുന്നേക്കാൻ വയ്യാത്തവളാണ് നിൻ്റെ അമ്മയെന്ന കാര്യം മറക്കാൻ പാടില്ല. ഒന്നും ഞാൻ മറന്നിട്ടില്ലമ്മ, മറക്കാനും എനിക്കാവില്ല. ഓർമ്മ നഷ്ടപ്പെട്ട് ജീവച്ഛമായി കിടന്നിരുന്ന കാലമാണ് നല്ലതെന്ന് ഇപ്പോൾ തോന്നണം. ആ രീതിയിലങ്ങ് മരിച്ചു പോയാലും മതിയായിരുന്നു. നീ ഇതൊക്കെ നിൻ്റെ അമ്മയോടാണ് കേട്ടോ പറയണത്. ആ തൊണ്ടയിടറി. അമ്മയുടെ നിരപരാധിത്വം എനിക്കറിയാം. ഒരുപക്ഷെ അപ്പൂപ്പനാവായി ചതി ചെയ്തത്. എന്നാലും ഒരച്ഛൻ സ്വന്തം മകൾക്ക് ദോഷം വരണമെന്ന് ആഗ്രഹിക്കില്ലല്ലോ. നല്ലത് ഉദ്ദേശിച്ച് ചെയ്തത് ചീത്തയായിപ്പോയത് വിധിയുടെ മാത്രം കുറ്റവും. സാരമില്ലമ്മേ, എല്ലാം മറക്ക്. മറന്നാണല്ലോടാ ഞാൻ ജീവിക്കണത്. പക്ഷേ എനിക്ക് പറയാത്തത് ഒരു കാര്യമാണ്. ഈ പെൺകുട്ടിയെ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നിൻ്റെ ഭാര്യയ്ക്കും അമ്മാവനുമുള്ള നേർച്ചക്കോഴിയായി അടുപ്പിനൊഴിഞ്ഞ് ഇവിടെ തന്നെ നിർത്തണം? അവളൊരു അനാഥയല്ലാത്ത സ്ഥിതിക്ക് അതിനെ തിരിച്ചയക്കണതല്ലേ ഉചിതം? മൊബൈൽ നമ്പർ ട്രേസ് ചെയ്ത് അവളുടെ അനിയത്തി പോലീസുമായി വന്ന് അവളെ തിരിച്ചു കൊണ്ടുപോകുമെന്ന് ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. അനിയത്തി എന്ന് അമ്മ പറഞ്ഞത് റോജയെക്കുറിച്ചാണോ? അതെ, റോജ എന്ന പേര് തന്നെയാണ് അമലയും പറഞ്ഞത്. അമ്മ പരിഭ്രമിക്കില്ലെങ്കിൽ, വിഷമിക്കില്ലെങ്കിൽ, ബഹളം വയ്ക്കില്ലെങ്കിൽ ഞാനൊരു സത്യം പറയാം. എന്ത് സത്യം? അവൾ അമലയല്ല എന്ന സത്യം. അപ്പോൾ അവളെപ്പറ്റി അവൾ നീയും പറഞ്ഞതിൽ ഒരു വാക്കുപോലും സത്യമല്ലേ വിനു? ആ തൊണ്ടയിടറി. സാരമില്ല, അവളുടെ പേര് മറ്റെന്തെങ്കിലും ആവട്ടെ. എനിക്കിനി അതൊന്നും അറിയണ്ട. അവളെ ഇനി എന്ത് ചെയ്യണമെന്ന് മാത്രം നീ പറഞ്ഞാൽ മതി. അവളുടെ പേരറിഞ്ഞ അവളെ എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് സ്വയം തീരുമാനിക്കാനാവും. ഫോണിലെ സംസാരത്തിനിടയിൽ ദേവകി സാഗൂതം മാലയൊന്ന് നോക്കി. എന്നിട്ട് ഫോണിൽ ആവശ്യപ്പെട്ടു, എങ്കിൽ പറയൂ, എന്താ അവളുടെ പേര്? മാല. ദേവകി ടീച്ചറിൽ എടുത്തെറിയും പോലെ ഒരു നെടുക്കമുണ്ടായി. അവരൊന്നുകൂടി മാലയെ നോക്കി, എരിയുന്ന മിഴികളോടെ. പിന്നെ തിരയടങ്ങിയ കടലിൻ്റെ ശാന്തതയോടെ വിനയനോട് തിരക്കി. അതങ്ങനെ ശരിയാവും? നീ വീണ്ടും എന്നെ കബളിപ്പിക്കുകയാണോ? മാലയ്ക്ക് ഭ്രാന്തല്ലേ വിനു? അവളുടെ ഭ്രാന്ത് മാറിയമ്മേ. ഭ്രാന്ത് മാറിയപ്പോഴേക്കും അവളുടെ ജീവിതം വഴിമുട്ടിപ്പോയി. മാലയെ കൂട്ടിക്കൊണ്ടു പോരാൻ കാരണമായ അവളുടെ അന്നത്തെ അവസ്ഥ വിനയ് അമ്മയ്ക്ക് വിശദീകരിച്ചു. അത് കഴിഞ്ഞതും മകൻ കോൾ കട്ട് ചെയ്യും മുൻപ് തന്നെ ഫോൺ കിടക്കയിലേക്ക് എറിഞ്ഞിട്ട് ദേവകി മാലയുടെ നേർക്ക് തിരിഞ്ഞു. ഇരു കൈകളും ചേർത്ത് ആ കൈക്കുടനയിൽ അവർ അവരുടെ മുഖമെടുത്തു. മോളെ, നിന്നെയൊന്ന് കാണാൻ അമ്മ എത്ര ആഗ്രഹിച്ചെന്നോ. ഒരു ഫോട്ടോഗ്രാഫ് പോലും എനിക്ക് കിട്ടിയിട്ടില്ല. എങ്കിൽ ഞാൻ എപ്പോഴേ നിന്നെ തിരിച്ചറിഞ്ഞേനെ. മാലയ്ക്ക് വല്ലാത്തൊരു അത്ഭുതമായി. ഈ അമ്മയ്ക്ക് എങ്ങനെ തന്നെ അറിയാമെന്നാണെന്ന് അവൾക്ക് മനസ്സിലായില്ല. അമ്മയുടെ മകന് തന്നെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചിരുന്ന മനുവേട്ടൻ്റെ ചായ ഉണ്ടായിരുന്ന സത്യം. അതുകൊണ്ട് അദ്ദേഹത്തിനെ മനുവേട്ടനായി സങ്കല്പിക്കുകയോ റോജയ്ക്കൊക്കെ ആ രീതിയിൽ മെസ്സേജ് അയക്കുകയോ ചെയ്തിട്ടുണ്ട്. യഥാർത്ഥ മനുവേട്ടൻ്റെ അച്ഛനമ്മമാരും അനിയത്തിയുമൊക്കെ തന്നെ അറിയുന്നവരാണെങ്കിലും ഏതാണ്ട് 1 വർഷം മുൻപേ ഈ ഭൂമി വിട്ടുപോയവരാണ്. സംശയമൊക്കെ മാല മനസ്സിലൊതുക്കി. അന്ന് രാത്രി ആ അമ്മയുടെ കിടക്കയിലാണ് അവൾ ഉറങ്ങിയത്. രാവിലെ ഓഫീസിൽ പോകും മുമ്പ് രാഖി ആ മുറിയിലെത്തി. ഇവളുടെ കാര്യം എന്ത് തീരുമാനിച്ചു അമ്മായി? ദേവകി മാലയെ ചേർത്ത് പിടിച്ചു. ഇവളിനി ഇവിടെ എന്നും ഉണ്ടാവും, എന്നും. അധ്യായം 17. രാഖിയുടെ മുഖം ചുവന്നു. കോപത്താൽ ആ ദേഹം വിറച്ചു. ദേവകി അതിന് തെല്ലു വില കൽപ്പിച്ചില്ല. മാലയെ ചേർത്തണച്ചുകൊണ്ട് തന്നെ അവർ തുടർന്നു. ഇവളോടുള്ള നിന്റെ വിരോധം എന്താണെന്ന് എനിക്കറിയാം. വിനുവെങ്ങാനെ മുഖം കണ്ട് ഭ്രമിച്ചാലോ എന്ന പേടിയല്ലേ? അത് സംഭവിച്ചില്ലെങ്കിലും എൻ്റെ മോൻ്റെ മനസ്സൊരിക്കലും നിന്റെ നേർക്ക് ചായില്ല രാഖി. എൻ്റെ കുട്ടിയുടെ മനസ്സെനിക്ക് നന്നായി അറിയാം. നിന്നെ അവൻ ആഗ്രഹിച്ചതേയല്ല. അബോധാവസ്ഥയിൽ കഴിയണ ഒരു ചെറുപ്പക്കാരൻ്റെ കൈപിടിച്ച് താലി കെട്ടിച്ചതും
സബ് രജിസ്ട്രാർ കോഴ കൊടുത്ത് ഒരു വിവാഹരേഖ ഉണ്ടാക്കിയാലും പുരുഷ മനസ്സ് സ്വന്തമാവില്ല മോളെ. അതിന് നിർലോഭം സ്നേഹം വാരിക്കോരി കൊടുക്കണം. സ്നേഹം പുച്ഛിച്ചുകൊണ്ട് രാഗിയുടെ ചുണ്ടുകൾ വക്രിച്ചു. അതിന് അയാളുടെ മനസ്സിൽ മറ്റൊരുത്തിയല്ലേ. അതുകൊണ്ടാ എൻ്റെ സ്നേഹം കമത്തി വെച്ച കുടത്തിൽ വീണ വെള്ളം പോലെ തൂവിപ്പോണത്. മകനോട് ആദ്യം ആ മനസ്സൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാൻ പറയും. ആദർശശാലിയായ അമ്മ. ദേവകി ചിരിച്ചു. അവിടെയാ ബുദ്ധിമതിയെന്ന് അഹങ്കരിക്കണ നീ മണ്ടിയായത്. മറ്റൊരുത്തിയെ മനസ്സിൽ സൂക്ഷിക്കണ ഒരുത്തനെ ആശിക്കണതിലും വലിയ അബദ്ധം വേറെ ഒന്നുമില്ല മോളെ. സ്നേഹത്തിനായിട്ട് കേടുകൊണ്ട് പിന്നാലെ ശല്യമായി ചെല്ലുമ്പോൾ തിരിച്ചു കിട്ടണത് വെറുപ്പ് മാത്രമായിരിക്കും. അത് മനസ്സിലാക്കാൻ വലിയ കോമൺ സെൻസ് ഒന്നും വേണ്ട. എന്ന് വെച്ചേ ഞാനങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും തീരുമാനിച്ചിട്ടില്ല. നിയമപരമായി ഞാൻ ആ കോന്തൻ്റെ ഭാര്യയാണല്ലോ. കോന്തൻ. ദേവയ്ക്ക് ശരിക്കും വ്യസനമായി. ബഹുമാനമില്ലാത്ത ഒരാളെ എന്തിനാ കുട്ടി നീ ഇങ്ങനെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് ചുമക്കണത്? അതുകൊണ്ട് രണ്ടുപേർക്കും പ്രയോജനമില്ല. ഇതൊരു തരം ഭ്രാന്താ. ഇതിന് ചികിത്സയാണ് വേണ്ടത്. സ്ത്രീകൾ മാത്രമല്ല, ഇഷ്ടമില്ലാത്ത പെൺകുട്ടികളുടെ പിന്നാലെ സ്നേഹത്തിന് ഇരന്ന് നടക്കുന്ന പുരുഷന്മാരുണ്ട് ഇവിടെ. അത്തരക്കാരാണ് ആ കുട്ടിയെ മറ്റാരും സ്വീകരിക്കാതിരിക്കാൻ ആസിഡ് ഒഴിച്ച് മുഖം വിരൂപമാക്കുന്നതും നടുറോഡിലിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുന്നതും. മനോരോഗം പ്രകടമാക്കണവരെ ബലമായി പിടിച്ചുകൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലാക്കാൻ ഈ നാട്ടിലെ നിയമമില്ലാത്തതിൻ്റെ കുഴപ്പം ഇതെല്ലാം. നിങ്ങളിപ്പോൾ എന്നെ ഭ്രാന്തിയാക്കുകയാണോ? ഞാൻ ആക്കുന്നതല്ലല്ലോ, നീ സ്വയം ആകുന്നതല്ലേ. നിൻ്റെ തലയിൽ അല്പം വെളിച്ചം കയറാനാണ് ഞാനിതൊക്കെ പറയണത്. വേണ്ട. അവൾ മുഖം കുടഞ്ഞു. കാണിച്ചു തരാം നിങ്ങളെ ഞാൻ. അമ്മായി എന്ന നിലയ്ക്കല്ല, വിനയൻ്റെ അമ്മ എന്ന നിലയ്ക്കാണ് ഇതുവരെ ഞാൻ ക്ഷമിച്ചത്. ഇനിയൊരു കോംപ്രമൈസും ഇല്ല, അതിൻ്റെ ആവശ്യമില്ല. താലി കെട്ടിയ ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരു പുരുഷൻ്റെ സന്തതിക്ക് ജന്മം നൽകിയ നിങ്ങളെ ഈ കിടക്കയിലിട്ട് കഴുത്ത് ഞെരിച്ചു കൊന്നാലും ഒരു പാവം ഉണ്ടാവാൻ പോണില്ല. കൊടുങ്കാറ്റ് പോലെ ദേഹം ഒളിച്ച് രാഗി പുറത്തേക്ക് പോയി. ശിരസിലൂടെ അഭിഷേകം ചെയ്ത മട്ടിൽ തണുത്തു കുറച്ചിരുന്നു പോയി ദേവകി. മാലയും ഏതാണ്ട് അതേ അവസ്ഥയിലായിരുന്നു. അവളുടെ ദേഹത്ത് കൈയിട്ട് ചാഞ്ഞിരിക്കുകയായിരുന്നു ദേവകി. ഒരു നിമിഷം കഴിഞ്ഞതും സ്വയം ദേഹമയച്ച് തലയണകളിലേക്ക് അമർന്നു. മാല ആ അമ്മയെ സ്നേഹപൂർവ്വം തഴുകി. എന്നിട്ട് തിരക്കി, ആരെങ്കിലും വഴക്കിന് വരുമോ അമ്മേ? വാതിലടച്ച് അകത്തുനിന്നും ലോക്ക് ചെയ്യണോ? വാതിലടച്ച് ലോക്ക് ചെയ്താലും തുറക്കണ സമയത്ത് ആർക്കും ഇടിച്ചു കയറി വരാമല്ലോ. സ്വന്തം വീടിനുള്ളിൽ തന്നെ ശത്രുക്കൾ സ്ഥിരം താമസമുള്ളപ്പോൾ ഒന്നിനെയും ഭയന്നിട്ട് കാര്യമില്ല. വരുന്നതിനെയൊക്കെ സധൈര്യം അഭിമുഖീകരിക്കുക തന്നെ. എന്നാലും നിന്നെ ഓർത്ത് എനിക്കല്പം പേടിയുണ്ട് മോളെ. എന്നോടും വിനുവിനോടുമുള്ള ദേഷ്യം നിൻ്റെ അടുത്ത് തീർത്താലോ? നീ നിരപരാധിയല്ലേ. എല്ലാം ഞാൻ അറിഞ്ഞ സ്ഥിതിക്ക് കാറിൽ വിനുവിൻ്റെ ഒപ്പം നിൻ്റെ വീട്ടിലേക്ക് തിരിച്ചയച്ചാലെന്നോ അമ്മ ആലോചിക്കുന്നത്. അത് വേണ്ടമ്മേ. ടീച്ചറുടെ സംസാരം പൂർത്തിയാക്കും മുമ്പേ മാല ഇടയിൽ കയറി. ഞാൻ പോയാലേ അമ്മയെ ശുശ്രൂഷിക്കാൻ ഇവിടെ ആരുണ്ട്? അമ്മയ്ക്ക് വേണ്ടി എന്ത് വിഷമങ്ങളും താങ്ങാൻ ഞാൻ തയ്യാറാണ്. അമ്മയ്ക്കിപ്പോൾ നല്ല ആശ്വാസമുണ്ട് മോളെ. അധികം താമസിക്കാതെ അമ്മയ്ക്കൊന്ന് എഴുന്നേറ്റിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ട്. നടുവിനൊക്കെ ഒരു ഉണർവ് വന്നിരിക്കണം. ഇങ്ങനെ പോയാലേ 5-6 മാസം കൊണ്ട് എനിക്ക് എണീറ്റ് പിച്ച നടക്കാൻ പറ്റിയേക്കും. എങ്കിലമ്മ എഴുന്നേറ്റ് നടക്കണത് കണ്ടിട്ട് ഞാൻ പോയിക്കോളാം. ആ സ്നേഹത്തിന് മുന്നിൽ ദേവകി ഒതുങ്ങി. മാലയുടെ നീല ഞരമ്പുകൾ തെളിഞ്ഞ വെളുത്ത കൈത്തണ്ടയെടുത്ത് അവർ ചുണ്ടോടടുപ്പിച്ചു. മരുമകളുടെ പരാതികളും പരിദേവനകളും കേട്ടാലുടൻ അമ്മാവൻ്റെ ഒരു വരവുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചു. അത് പക്ഷെ സംഭവിച്ചില്ല. രാത്രി വിനയ് മുറിയിലേക്കെത്തി. അച്ഛൻ വന്ന് വഴക്കിട്ടോ? ഇല്ല, ദേവകിയാണ് പറഞ്ഞത്. എങ്കിൽ അതിലും ശക്തമായൊരു നീക്കത്തിനാണ് ഒരുങ്ങുന്നത്. സൂക്ഷിക്കണം. എനിക്ക് മാലയുടെ കാര്യത്തെ മാത്രമേ വിഷമമുള്ളൂ. വിനയിൻ്റെ കണ്ണുകൾ മാലയിലായി. എനിക്ക് തൻ്റെ കാര്യത്തിലാണ് വിഷമം. പോലീസിനെ കൂട്ടി വന്ന് മാലയെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ റോജയ്ക്ക് ഉദ്ദേശമുള്ള സ്ഥിതിക്ക് അത്തരം ബലപ്രയോഗമൊന്നും കൂടാതെ തന്നെ ഞാൻ ഇയാളെ കാറിൽ വീട്ടിലെത്തിച്ചാലോ? റോജയുടെ കല്യാണം കഴിഞ്ഞല്ലോ. ഇപ്പോൾ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല താനും. ആ സ്ഥിതിക്ക് വീട്ടിലേക്ക് മടങ്ങണതല്ലേ ബുദ്ധി. അമ്മ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങിയിട്ടേ ഞാനിവിടുന്ന് പോകും. ഷാഢ്യഭാവത്തിൽ മാല മുഖം കുനിച്ചു നിന്നു. രാഘിയെയും അവളുടെ അമ്മാവനെയൊന്നും മാലയ്ക്ക് അറിയാനിട്ടാ. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാ അവർ. എനിക്ക് ഏത് നേരത്തെ ഇവിടെ കാവലിരിക്കാൻ പറ്റില്ലല്ലോ. അമ്മയാണെങ്കിലും വയ്യാത്ത ആൾ.
രാഖിയുടെ അമ്മാവനെന്ന് പറയണത് വിനുവേട്ടൻ്റെ അച്ഛൻ തന്നെയല്ലേ? ആൾ തിരക്കി. വിനയൊന്ന് പതറി. പിന്നെ അമ്മയെ നോക്കി. ദേവകി തിരിഞ്ഞ് മാലയെ നോക്കി ഇടറിയ സ്വരത്തിൽ അവൻ സമ്മതിച്ചു. അതെ, പക്ഷേ ഒരച്ഛനോടുള്ള സ്വാതന്ത്ര്യമൊന്നും എനിക്ക് അദ്ദേഹത്തിലില്ല. അച്ഛനും എന്നേക്കാൾ താല്പര്യം രാഖിയോടാണ്. അവൾ പറയണതാണ് അച്ഛനെ വേദവാക്യം. വെട്ടാൻ വരുന്ന പോത്തിനോട് വേദമോതിയിട്ട് കാര്യമില്ല എന്നൊരു ചൊല്ലില്ലേ? അതാ അവർ രണ്ടുപേരുടെ അവസ്ഥ. മാല ഈ സാഹചര്യം ഒന്ന് മനസ്സിലാക്കണം. പോലീസിനെയും കൂട്ടി വന്ന് എന്നെ കൊണ്ടുപോകുമെന്ന് റോജ വാശി പിടിക്കാൻ കാരണം ഞാനേതോ സെക്സ് റാക്കറ്റിൻ്റെ പിടിയിലാണെന്ന് തെറ്റിദ്ധാരണ പോലെ. പക്ഷേ ഞാൻ ഇത്രയും സുരക്ഷിതമായ സ്ഥലത്തല്ലേ? നീ ഇപ്പോൾ സുരക്ഷിതമായ സ്ഥലത്തല്ല മാല. നിനക്കറിയാൻട്ടാ, നീ ഇപ്പോൾ ശരിക്കും അപകടത്തിൻ്റെ നടുവില്ല. നിന്നെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരുന്ന മനുവിൻ്റെ ചായ എനിക്കുള്ളത് കൊണ്ടാവും നീ ഇങ്ങനെ സെൻറ്റിമെൻ്റലാവുന്നത്. മനു മരിച്ചുപോയി, അവൻ്റെ മാതാപിതാക്കളും. ഞാൻ വിനയ, ഈ കട്ടിലിൽ കിടക്കുന്ന ദേവ ടീച്ചറുടെ മകന്. രാഗി എന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ ഭർത്താവ്. എന്നോട് നീ ഒരു സോഫ്റ്റ് കോർണറും കാണിക്കണ്ട മാല. ഞാനത് അറിയിക്കണില്ല. മാല തിരിഞ്ഞ് ദേവ ടീച്ചറെ നോക്കി. അവർ ശബ്ദമില്ലാതെ കരയുകയായിരുന്നു. പെട്ടെന്ന് അവൾ ടീച്ചറെ കെട്ടിപ്പിടിച്ചു. എന്തിനാ അമ്മ കരയണത്? അമ്മയ്ക്കും വിനുവേട്ടനും ഇഷ്ടമല്ലെങ്കിൽ ഞാനെടുത്ത് പോയിക്കോളാം. വിനുവേട്ടൻ്റെ കുടുംബജീവിതത്തിൽ ഞാൻ മൂലം ഒരു പ്രശ്നം ഉണ്ടാവില്ല. എന്നെ ആരും വീട്ടിൽ കൊണ്ടുവന്നിടുകയൊന്നും വേണ്ട. ഞാൻ ബസ്സിന് പോയിക്കോളാം. ഇവിടുന്ന് എറണാകുളത്തിന് ധാരാളം സൂപ്പർ ഫാസ്റ്റ് ബസ്സുകളുണ്ടല്ലോ. മോളെ. ദേവയ്ക്ക് സ്നേഹപൂർവ്വം മാലയുടെ മുടിയിൽ തഴുകി. നിർബന്ധിച്ച് നിന്നെ അമ്മ ഇവിടുന്ന് പറഞ്ഞുവിടില്ല. നിന്നെ എനിക്ക് എൻ്റെ സ്വന്തം മകളേക്കാൾ ഇഷ്ടമാണ്. നിനക്കൊരാപത്തും വരരുതെന്ന് കരുതിയ അമ്മ. എന്താപത്ത് വന്നാലും ഞാൻ സഹിച്ചോളാം അമ്മേ. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആപത്ത് ഒരു വർഷം മുമ്പ് സംഭവിച്ചു കഴിഞ്ഞു. എനിക്കിനി ജീവിക്കണമെന്ന് പോലും ഇല്ല. എൻ്റെ അമ്മയെ നോക്കാൻ സ്നേഹവതിയായ എൻ്റെ അനിയത്തിയുണ്ട്. ഈയിടെ അവളുടെ വിവാഹം കഴിഞ്ഞു. ആ വീട്ടിലേക്ക് ഇനി ഞാൻ ചെല്ലാതിരിക്കണതാണ് നല്ലത്. ചെറുപ്പക്കാരായ ഏത് പുരുഷനെ കണ്ടാലും അതെൻ്റെ മനുവേട്ടനാണെന്ന് എനിക്ക് തോന്നും. എൻ്റെ അനിയത്തിയെ സ്നേഹിച്ചിരുന്ന പുരുഷനെ പോലും ഞാനങ്ങനെ തെറ്റിദ്ധരിച്ചു. അങ്ങനെ ആ ബന്ധം തകർന്നു. തിരിച്ചു ചെന്നാൽ ഞാൻ എൻ്റെ അനുജത്തിയുടെ ഭർത്താവിനെയും അങ്ങനെ തെറ്റിദ്ധരിച്ചാലോ? വേണ്ട, എന്നെ എൻ്റെ വീട്ടിലേക്ക് മാത്രം അയക്കരുത്. മറ്റെവിടേക്കെങ്കിലും ഞാൻ പോയിക്കോളാം. വേണ്ട. അവർ അവളെ കെട്ടിപ്പിടിച്ചു. നിന്നെ ഞാൻ എങ്ങോട്ടും വിടണില്ല. പിന്നെ മകനെ നോക്കി. നീ പോയിക്കോ മോനെ. അമ്മ തീരുമാനിച്ചു കഴിഞ്ഞു. എൻ്റെ മരണം വരെ ഇവൾ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവും. നിൻ്റെ ഒരു പാതി നോട്ടം ഇങ്ങോട്ടുണ്ടായാൽ മതി. മറുപടി പറയാതെ വിനയ് തിരിഞ്ഞു പുറത്തേക്ക് പോയി. വിനുവേട്ടന് തന്നോട് ദേഷ്യം തോന്നിയിരിക്കുമോ എന്ന ശങ്ക മാലയുടെ ഉള്ളിൽ ബാക്കി നിന്നു. അദ്ദേഹത്തിൻ്റെയും രാഖിയുടെയും ബന്ധത്തിൽ താനൊരു കരടാവില്ലെന്ന് അവൾ പ്രതിജ്ഞ ചെയ്തു. താൻ ഇവിടുത്തെ ഒരു പരിചാരിക മാത്രമാണ്. തിരികെ വീട്ടിൽ ചെന്ന് മറ്റൊരു ജോലി തേടിപ്പിടിക്കുന്നതിലും ഇവിടെ തന്നെ തുടരണതാണ് സൗഖ്യം. വീട്ടിലേക്ക് തിരിച്ചു ചെന്നാലുള്ള ഏറ്റവും വലിയ പ്രശ്നം അമ്മയും റോജയും തന്നെ വിവാഹത്തിന് നിർബന്ധിച്ചേക്കാമെന്നതാണ്. ഇനിയും ഈ ജീവിതത്തിൽ അങ്ങനെ ഒരു ചടങ്ങ് അസഹ്യമാണ്. എങ്കിലും റോജയുമായി ഒന്ന് ബന്ധപ്പെടണമെന്നും അമ്മയുടെ വിവരങ്ങൾ അറിയണമെന്നും മാലയ്ക്ക് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. ഒരു ഫോൺ കൂടി ചോദിച്ചാൽ വിനുവേട്ടൻ്റെ അമ്മ തരാതിരിക്കില്ല. പക്ഷേ SMS നൽകിയ റോജ ഉടനെ ഭീഷണിയുമായി തിരികെ വിളിക്കും. താൻ പറയണതൊന്നും അവൾക്ക് വിശ്വാസമില്ല. മാല ഏതോ റാക്കറ്റിൻ്റെ പിടിയിലാണെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് റോജ. അത് തിരുത്താനും ബുദ്ധിമുട്ടാണ്. ഇനി ഏത് നമ്പറിൽ നിന്നും ബന്ധപ്പെട്ടാലും അവൾ ആ നമ്പർ പോലീസിനെ ഏൽപ്പിക്കുമെന്ന് വ്യക്തമാണ്. സത്യത്തിന് മാല സങ്കല്പിക്കുന്നതിനും അപ്പുറത്തായിരുന്നു റോജയുടെ അവസ്ഥ. വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച പിന്നിട്ടപ്പോഴേക്കും ഏതാണ്ട് വിധവയുടെ അനാഥത്വം. ഭർത്താവിന് ഒരു കാമുകിയും കുട്ടിയുമുണ്ടെന്ന അറിവിനേക്കാൾ അവളെ തളർത്തിയത് അയാൾ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിയാഞ്ഞതാണ്. 3 മൊബൈൽ ഫോണുകളാണ് കാശ്യപിനുള്ളത്. അത് 3ഉം ഒരുപോലെ സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുകയാണ്. അയാളുടെ അമ്മയായ സുഹൃതലത മഹാദേവനാണെങ്കിൽ കൂടെ വിളിച്ച് മകൻ എവിടെയാണെന്ന് റോജയോട് തിരക്കിക്കൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല മമ്മ. നിസ്സഹായായ അവൾ കരഞ്ഞു. അറിയില്ലെന്നോ? അവർ ഒച്ചയുയർത്തി. എൻ്റെ മകനുമൊത്തല്ലേ നീ ഇവിടുന്ന് പോയത്? നിൻ്റെ വീട്ടിലേക്ക് നിങ്ങൾ വിരുന്നു പോയതായിരുന്നില്ലേ? എന്നിട്ട് അവൻ എവിടെയാണെന്ന് നിനക്കറിയില്ലെന്ന് പറഞ്ഞാൽ അതെന്ത് തോന്നിയസാ? അവൻ്റെ പെറ്റമ്മയാണ് ഞാൻ. അവൻ്റെ 3 ഫോണിലും ഓഫീസ് ഫോണിലും ഞാൻ വിളിയോട് വിളിയാ. ഓഫീസിലില്ലെന്ന് സെക്രട്ടറി പറഞ്ഞു. മറ്റു ഫോണുകളും ഓഫ്. അവൻ എവിടെയാണെന്ന് ഇനി നിനക്കേ അറിയൂ. അവനൊരു കാമുകിയും കുട്ടിയും ഉണ്ടെന്നറിഞ്ഞ് നീ അവനെ കൊന്നു കളഞ്ഞു. വേഗം മറുപടി പറഞ്ഞോളൂ.
ഇല്ലെങ്കിലേ ഞാൻ പോലീസിൽ അറിയിക്കും. അത്രയുമായപ്പോൾ റോജയ്ക്ക് ഈ കോൾ കട്ട് ചെയ്യേണ്ടി വന്നു. പിന്നെ 4-5 പ്രാവശ്യം ബെല്ലടിച്ച് നിന്നിട്ടും അവൾ കോൾ എടുത്തില്ല. അവർ പക്ഷേ വിളി അവസാനിപ്പിച്ചില്ല. വിഷമം തോന്നി വീണ്ടും റോജ കോൾ എടുത്തു. മമ്മയുടെ പ്രതികരണത്തിന് കാക്കാതെ അവൾ അറിയിച്ചു, മമ്മ, ഞാൻ പറഞ്ഞത് സത്യമാണ്. കാശിപേട്ടൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. അന്ന് ഞങ്ങൾ പോന്ന വഴി എന്നെ എൻ്റെ വീട്ടിൻ്റെ ഗേറ്റിൽ ഇറക്കി വിട്ട ശേഷം എവിടേക്കോ അത്യാവശ്യ യാത്ര പോകണമെന്ന് പറഞ്ഞ് അദ്ദേഹം കാറിൽ തിരിച്ചു പോയതാ. എവിടേക്കാണെന്ന് പോലും പറഞ്ഞില്ല. മമ്മ നൽകിയ ലിലി എന്ന ഷോക്ക് അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് പിടിച്ചിട്ടുണ്ടാവും. പിന്നീട് ഞാൻ വിളിച്ചപ്പോഴൊക്കെ 3 ഫോണും ഓഫാണ്. ഇവിടെ എൻ്റെ അമ്മ ചോദിച്ചപ്പോൾ തെറ്റിദ്ധാരണ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഇല്ലാത്ത നുണകളൊക്കെ ഉണ്ടാക്കിയാണ് ഞാൻ പറഞ്ഞത്. മമ്മ വേണമെങ്കിൽ പോലീസിനെ അറിയിച്ചോളൂ. മകനൊരു കാമുകിയും അതിലൊരു കുട്ടിയുമുണ്ടെന്ന കാര്യം ഒളിച്ചോണ്ടാ മമ്മ കല്യാണം നടത്തിയെന്നും കൂടി ഞാൻ പറഞ്ഞോളാം. മോളെ, സുഹൃത ഉടനെ കരയാൻ തുടങ്ങി. എൻ്റെ കയ്യിൽ നിന്ന് പറ്റിയ തെറ്റ് തന്നെയാണ് അത്. നീ എന്നോട് ക്ഷമിക്കണം. മമ്മ കാര്യം പറയൂ. നീയും മോനും കൂടി എന്നെ അവഗണിക്കാനും ധിക്കരിക്കാനും തുടങ്ങിയപ്പോൾ നിങ്ങളെ ഒരു പാഠം പഠിപ്പിക്കാൻ വേണ്ടിയാണ് മോൻ്റെ വിവാഹം കഴിഞ്ഞ കാര്യം ഞാൻ ലിലിയെ അറിയിച്ചത്. അവളുടെ ഒരു ഫോൺ കോൾ വരുന്നതോടെ നിങ്ങൾ രണ്ടും കൂടി തമ്മിൽ തല്ലിപ്പിരിഞ്ഞോളും എന്നാണ് ഞാൻ വിചാരിച്ചത്. ലിലി എന്ന ആ പിഴച്ച സന്തതി പക്ഷെ അടുത്ത ഫ്ലൈറ്റിന് കൊച്ചിക്ക് പറന്നു. അപ്പോൾ ലിലി വന്നോ? റോജ ആകാംക്ഷ മറച്ചില്ല. പ്രിയമുള്ളവരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗം കേൾക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് 5000 ഫോളോവേഴ്സ് പെട്ടെന്നാവണം. ഓക്കെ. പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്, ഒത്തിരി സന്തോഷം. സൂപ്പർ ഗിഫ്റ്റുകളൊക്കെ കിട്ടുന്നുണ്ട്, ഒത്തിരി സന്തോഷം. പുറമേ നിന്ന് കേൾക്കുന്ന ആളുകളൊക്കെ, അയർലാൻഡിൽ നിന്ന് കേൾക്കുന്ന ആളുകളുണ്ട്. നിങ്ങളൊക്കെ അയച്ച സൂപ്പർ ഗിഫ്റ്റുകളൊക്കെ എത്തുന്നുണ്ട്. ഒത്തിരി സന്തോഷം, ഒത്തിരി സ്നേഹം. എല്ലാവരോടും സ്പെഷ്യൽ താങ്ക്സ്. കേൾക്കാൻ തുടങ്ങിയതിൽ, അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിൽ, നിങ്ങളുടെ കമൻറ്റൊക്കെ കാണുമ്പോൾ തന്നെ ഒത്തിരി സന്തോഷമാണ്. എല്ലാവരോടും ഒത്തിരി സ്നേഹത്തോടെ, ഒത്തിരി സന്തോഷത്തോടെ ശുഭദിനം.